സമൂഹത്തിൽ വലിയൊരളവിൽ സ്വാധീനം ചെലുത്തുമെങ്കിലും വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കാര്യത്തിൽ സിനിമാ മേഖലയും ഒട്ടും പിന്നിലല്ല. ഇത്തരം വിശ്വാസങ്ങളെ പൊളിച്ചു കളഞ്ഞ സിനിമാ പ്രവർത്തകരുണ്ടെങ്കിലും ഇന്നും ഒരു പരിധിവരെ വിശ്വാസത്തിന്റെ വഴിയെ തന്നെയാണ് സിനിമാ മേഖലയും സഞ്ചരിക്കുന്നത്. സെറ്റിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ പോലും ശുഭ അശുഭ ലക്ഷണങ്ങളായി പ്രഖ്യാപിക്കുന്നതും കുറവല്ല. അത്തരത്തിൽ ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ് കാന്താര ചാപ്റ്റർ 1 ബന്ധപ്പെട്ട അപകട പരമ്പരകൾ. 3 മരണവും സംവിധായകൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടതുമൊക്കെയായിരുന്നു കാന്താരയുടെ സെറ്റിൽ കാര്യങ്ങൾ ഒന്നും തന്നെ അത്ര സുഖകരമല്ല എന്ന കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. വളരെ ചെറിയ ബജറ്റിൽ ഇന്ത്യയിൽ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് കാന്താര. ചിത്രത്തിന് സ്വീക്വലും പ്രീക്വലും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. അതിനാൽ തന്നെ പ്രഖ്യാപന നാൾ മുതലേ സിനിമാ ആസ്വാദകരും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കാന്താര. ചാപ്റ്റർ 1 ആദ്യ ഭാഗത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് രണ്ടാം ഭാഗത്തിലേക്ക് അണിയറ പ്രവർത്തകരെ കൊണ്ടെത്തിച്ചത്. എന്നാൽ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ദുരന്തങ്ങളും വിവാദങ്ങളും വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് ചിത്രത്തെ. ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായ ബോട്ടപകടമായിരുന്നു ഇതിന് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു അപകടമായി പറയാനുള്ളത്. സിനിമാ ചിത്രീകരണത്തിനിടെ വെല്ലുവിളികളും അപകടങ്ങളും ഉണ്ടാവുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ തുടരെ അപകടങ്ങളും അപകട മരണങ്ങളും കാന്താരയുടെ സെറ്റിൽ നടക്കുന്നത് ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായി മാറിയിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടക്കുന്ന 5ാമത്തെ അശുഭ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോട്ടപകടം. ബോട്ടിലുണ്ടായിരുന്ന നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും 30 അണിയറ പ്രവർത്തകരും തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവം പ്പെട്ടതോടെ പല വിധത്തിലുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കാന്താര 1 ചാപ്റ്റർ 1 ദുരൂഹതകളും വിവാദങ്ങളും ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര എന്ന സിനിമയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. ചിത്രം ചെറിയ ബജറ്റിൽ വൻ വിജയത്തിന് പിന്നാലെയാണ് അതിന്റെ പ്രീക്വറും അഥവാ ആദ്യ ഭാഗം കാന്താര ചാപ്റ്റർ 1 പ്രഖ്യാപിച്ചത്. വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും പിന്തുടരുകയാണ്. ഇത് പലപ്പോഴും സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തെയും ദൈവകോപത്തെക്കുറിച്ചുള്ള ചർച്ചകളേക്കും വീണ്ടും സജീവമാക്കുകയാണ്. വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല അവിടെ. വനഭൂമിയിലെ ഷൂട്ടിങ്ങിൽ കാന്താരയ്ക്കുണ്ടായ അനുഭവമാണ് പിന്നീട് പറയാനുള്ളത്. ചാപ്റ്റർ 1 വിവാദങ്ങൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് മുതൽ തന്നെ തുടങ്ങിയതാണ് അവിടുത്തെ ദുരനുഭവങ്ങൾ. കർണാടകയിലെ ഹെരൂരു ഗ്രാമത്തിൽ ഗാവിഗുണ്ട വനപ്രദേശത്തായിരുന്നു ചിത്രീകരണം. ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്യാൻ മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ വനത്തിനുള്ളിൽ കടന്ന് ഷൂട്ട് ചെയ്യുന്നു എന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. കൂടാതെ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചത് വന്യജീവികൾക്ക് ദോഷകരമാണെന്നും അവർ ആരോപിച്ചു. ഈ വിഷയത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും സിനിമാ പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് വനം വകുപ്പ് അന്വേഷണം നടത്തിയെങ്കിലും നിയമ ലംഘനം നടത്തിയിട്ടില്ല എന്ന് അവർ കണ്ടെത്തുകയായിരുന്നു. 2024 ജനുവരിയിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. തുടർച്ചയായ ദുരന്തങ്ങൾക്ക് അവിടെയാണ് തുടക്കം കുറിക്കുന്നത്. 3 മരണങ്ങളും അപകടങ്ങളും. സിനിമ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ തുടരെ ഉണ്ടായ അപകടങ്ങളും മരണങ്ങളും എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടിരുന്നു. മെയ് 6 അതായത് 2025 മെയ് 6 കാന്താരയിലെ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്ന വൈക്കം സ്വദേശി കർണാടകയിലെ സൗപർണിക നദിയിൽ കുളിക്കാനിറങ്ങവെ മുങ്ങി മരിച്ചിരുന്നു. അതൊരു സ്വാഭാവിക മരണമായാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതല്ല ഈ മരണമെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞതെന്ന്. എന്നാൽ 2025 മെയ് 11 കന്നഡ സിനിമയിലെ പ്രിയപ്പെട്ട കൊമേഡിയനും കാന്താരയുടെ ഭാഗവുമായ രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. സുഹൃത്തിന്റെ മെഹന്തി ചടങ്ങിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. രാകേഷിന്റെ ഭാഗങ്ങൾ ചിത്രീകരണം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു എന്നാണ് ആ സമയത്ത് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. 2025 ജൂൺ 14 സംഭവിച്ച ഒരു സംഭവം ഇങ്ങനെയാണ്. മലയാളിയായ മിമിക്രി താരം കലാഭവൻ നിജു ഹൃദയാഘാതം മൂലം അന്തരിച്ചു. കാന്താരയുമായി ബന്ധപ്പെട്ട് 2 മാസത്തിനിടെ ഇത് 3ാമത്തെ മരണമാണെന്ന് ഓർക്കണം. ഈ മരണങ്ങൾക്ക് പുറകെ മറ്റു ചില അപകടങ്ങളും ഉണ്ടായി. അതായത് 2024 നവംബറിലാണ് ആ അപകടം. കാന്താര സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റുമായി പോയ ഒരു ബസ് അപകടത്തിൽപ്പെട്ടു. 6 പേർക്ക് പരിക്കേൽക്കുകയാണ് ആ സംഭവത്തിലൂടെ ഉണ്ടായത്. അതിനുശേഷം 2024 നവംബറിൽ അതേ മാസം തന്നെ ഒസാറ നഗരത്തിലെ കനത്ത മഴയിൽ കാന്താര ചാപ്റ്റർ 1 സെറ്റ് തകർന്നു പോയിരുന്നു.
പിന്നീടാണ് ബോട്ട് അപകടമുണ്ടായത്. പുതിയ പ്രതിസന്ധി ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ് സംവിധായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ശിവമോഗ ജില്ലയിലെ മസ്തികട്ടെ മേഖലയിൽ മണീസ് ജലസംഭരണിയിൽ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം ഉണ്ടായത്. ആഴം കുറഞ്ഞ ഭാഗത്തായതുകൊണ്ട് ഭാഗ്യവശാൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ ക്യാമറകളും മറ്റും ഷൂട്ടിംഗ് ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. ഈ അപകടത്തെ തുടർന്ന് ഹോസ നഗരത്തിൽ തഹസിൽദാർ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അപകടത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും ചിത്രീകരണത്തിനുള്ള അനുമതി രേഖകൾ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ ചിത്രീകരണത്തിനുള്ള അനുമതി റദ്ദാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആദർശ് ഈ പ്രചരണങ്ങളെ തള്ളിപ്പറയുകയാണ്. ബോട്ട് മറിയുമ്പോൾ അതിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും ശക്തമായ കാറ്റും മഴയും മൂലമാണ് ബോട്ട് മറിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ ഈ ബോട്ട് സിനിമയുടെ പശ്ചാത്തലത്തിൽ മാത്രമുള്ളതാണെന്നും ചിത്രീകരണവുമായി നേരിട്ട് ബന്ധമില്ല എന്നാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. ചിത്രീകരണം സാധാരണഗതിയിൽ തുടരുകയാണെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാന്താരയുടെ ഒരു ശാപം എന്ന ചർച്ച ഇപ്പോഴും നിലനിൽക്കുകയാണ്. തുളു നാട്ടിലെ ആചാരങ്ങളായ പുഞ്ചുരുളിയെയും ഗുളികനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കാന്താരയുടെ ആദ്യ ഭാഗം. അതിനാൽ തന്നെ തുടർച്ചയായ അപകടങ്ങൾക്ക് പിന്നിൽ ദൈവകോപമാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കാന്താരയുടെ ശാപം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വളരെ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുമുണ്ട്. സിനിമാ സെറ്റുകളിൽ വെല്ലുവിളികളും അപകടങ്ങളും സാധാരണമാണെങ്കിലും ഇത്രയധികം ദുരന്തങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നത് സിനിമാ ലോകത്ത് മാത്രമല്ല പൊതുസമൂഹത്തിന് വലിയൊരു ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്.